യക്ഷിയും ഞങ്ങളും. ഒരു ഇരുണ്ട രാത്രി. കോളേജ് ഹോസ്റ്റലിലെ ഒരു മുറി. 3 പെൺകുട്ടികൾ, എല്ലാവരും 18 കഴിഞ്ഞവർ, ഉറക്കത്തിലായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നു, ഇടിമിന്നൽ മിന്നുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്നതുപോലെ ഒരു ശബ്ദം. പക്ഷേ വാതിൽ അടഞ്ഞു തന്നെ. തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ജനാലയിലൂടെ വെളുത്ത ഒരു പ്രേതം പതുക്കെ ഒഴുകി അകത്തേക്ക് വന്നു. അവളുടെ ശരീരം സുതാര്യമാണ്, പക്ഷേ ചിരിയും കണ്ണുകളും തിളങ്ങുന്നു. പ്രേതം പതുക്കെ പെൺകുട്ടികളുടെ അടുത്തേക്ക് വന്നു. അവരെ ഉണർത്താതെ അവളുടെ വിരലുകൾ അവരുടെ കണ്ണുകളിൽ തൊട്ടു. ഒരു മാന്ത്രിക സ്പർശനം. 3 പെൺകുട്ടികളും ഉറക്കത്തിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു, പക്ഷേ സ്വപ്നത്തിലെന്ന പോലെ. പ്രേതം ചിരിച്ചു. വരൂ, നമുക്ക് നൃത്തം ചെയ്യാം. അവൾ കൈകൾ വീശി. മുറിയിൽ പെട്ടെന്ന് ഒരു പഴയ സംഗീതം മുഴങ്ങി, എവിടുന്നാണെന്ന് ആർക്കും അറിയില്ല. ആദ്യത്തെ പെൺകുട്ടി, ലേഖ, എഴുന്നേറ്റു. അവൾ പ്രേതത്തിന്റെ കൈ പിടിച്ചു. അവർ തുടങ്ങി ഒരു പഴയകാല ഡാൻസ്. അവളുടെ കാലുകൾ നിലത്ത് തൊടാതെ പ്രേതവുമായി ഒഴുകി നൃത്തം ചെയ്യുന്നു. രണ്ടാമത്തെ പെൺകുട്ടി, നിഹ, ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവൾ പ്രേതത്തിന്റെ ചുറ്റും കറങ്ങി, അവളെ കെട്ടിപ്പിടിച്ച് സ്വതന്ത്രമായി നൃത്തം ചെയ്തു. അവളുടെ മുടി പാറി, ചിരി മുറിയിൽ നിറഞ്ഞു. മൂന്നാമത്തെ പെൺകുട്ടി, അൻസി, ലജ്ജയോടെ എഴുന്നേറ്റു. പ്രേതം അവളുടെ കൈ പിടിച്ചു മെല്ലെ കറക്കി. അവൾ ആദ്യം പേടിച്ചു, പിന്നെ ചിരിച്ചു, പിന്നെ അവളും ഒഴുകി നൃത്തം ചെയ്തു. മുറി മുഴുവൻ പ്രേതവും പെൺകുട്ടികളും കറങ്ങി, ചിരിച്ചു, നൃത്തം ചെയ്തു. ജനാലക്ക് പുറത്ത് മഴ നിന്നു. നിലാവ് അകത്തേക്ക് വീണു. പാട്ട് അവസാനിച്ചു. പ്രേതം 3 പെൺകുട്ടികളെയും ഒരുനോക്ക് നോക്കി, ചിരിച്ചു, പതുക്കെ ജനാലയിലൂടെ പോയി മറഞ്ഞു. പെൺകുട്ടികൾ ഉറക്കത്തിൽ തന്നെ കിടക്കയിൽ വീണു. രാവിലെ അവർ ഉണർന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. വേറൊരാൾ പറഞ്ഞു, ഞാനും. ഒരു പ്രേതവുമായി ഞാൻ നൃത്തം ചെയ്തു. ഞാനും. അവർ ചിരിച്ചു. പക്ഷേ അവരുടെ കിടക്കക്കരികിൽ നിലത്ത് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അവർ പേടിച്ചു നിലവിളിച്ചു. അന്നു മുതൽ ചില രാത്രികളിൽ ആ മുറിയിൽ ആരും താമസിക്കാറില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ ആരോ ഡാൻസ് ചെയ്യുന്ന ശബ്ദം കേൾക്കാറുണ്ടത്രേ. പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ്. SK വടാക്കൻ.